ഗൈസ്, അപ്പം നമ്മൾ ഈ കിട്ടു പപ്പടത്തിനെ കുറിച്ചാണ്. ഇത് ഒളിച്ചോട്ടം എന്നാണ് ഈ ബുക്കിൻ്റെ ആ കഥയുടെ പേര് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ബുക്കുകൾ ചിലവരെല്ലാവരും പഠിക്കാറുണ്ടാവില്ലേ? എല്ലാവരും പഠിക്കാറുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ എല്ലാവരും പഠിക്കാറുള്ളതാണ്. ചിലവർ പഠിക്കില്ല, ചിലവർ പഠിക്കും. നമുക്ക് ഈ ബുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഇത് നോക്കിയേ, ഒളിച്ചോട്ടം. അപ്പോൾ ആദ്യം നോക്കാം. ആദ്യം ഇങ്ങനത്തെ കാർഡുകളൊക്കെ ആയി. ഇത് നോക്കിയത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇതാണ് പപ്പടം. പപ്പടക്കൂട്ടയിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമായിരുന്നു കിട്ടു പപ്പടത്തിൻ്റെ ആഗ്രഹം. മനസ്സിലായോ? അങ്ങനെ ഇതാണ് എൻ്റെ വീഡിയോ. അതങ്ങനെ എവിടേക്ക് പോയി? ഇവിടെ പറയും. നാണിയമ്മ പുറത്തേക്കിറങ്ങിയ തങ്കത്തിന് അവൻ ഉരുണ്ടുരുണ്ട് ജനൽ വഴി ഒറ്റച്ചാട്ടം. ഊണിന് മുമ്പ് എവിടെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാനൽസ് ആയിരിക്കും. അത് നോക്കിയേ, നല്ല ബുക്കാണ്. ഇന്ന് അങ്ങനെ ടീച്ചർ എല്ലാവർക്കും തരുന്ന ബുക്കായിരുന്നു. ഇതെല്ലാം ഞാൻ പഠിച്ചെടുത്ത ബുക്കാണ്. അപ്പം ഇത് ഫുള്ള് മനസ്സിലായോ? അങ്ങനെ അത് പൊടിഞ്ഞു പോയി, എറുമ്പ് തൂക്കിയിട്ട് പോയി. അങ്ങനെ വയ്ക്കാം, എന്ത് വേണമെന്ന് വയ്ക്കാം. അപ്പോൾ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ആൻഡ് ഷെയർ മാത്രമല്ല എല്ലാം കൊടുക്കണം. ഒളിച്ചോട്ടം പറഞ്ഞാൽ എവിടെയെങ്കിലുമൊക്കെ പോയി ഒളിച്ചാൽ അത് അവർ തെരഞ്ഞു കണ്ടുപിടിക്കും. അപ്പോൾ ഒളിച്ചോട്ടം അതാണ്. മനസ്സിലായോ? ഒളിച്ചാൽ അതിനെ പകുതി വെച്ചുകൊണ്ടിരിക്കും. ചില പേര് ഇത് ഭൂതക്കഥയാണ് വിചാരിക്കേണ്ട. ഒളിച്ചോട്ടം പപ്പടത്തിൻ്റെ കഥയാണ്. സൂപ്പർ കഥയാണ് ഒളിച്ചോട്ടം. മനസ്സിലായോ? ഇത് ശരിക്കും കാണാൻ അതിനേക്കാളും ഡാർക്കായിരിക്കും. നമ്മൾ വീഡിയോയിൽ കാണിക്കുമ്പോൾ ഇത്തിരി അത് ലൈറ്റ് കളറായി തോന്നും കേട്ടോ. പിന്നെ ഇത് ഇങ്ങോട്ട് വന്ന് നോക്ക്, ശരിക്കും നോക്കുമ്പോൾ ഒരു വ്യത്യാസ കളറായിരിക്കും അല്ലേ? അപ്പോൾ അടുത്ത ദിവസം നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കാണാം.